ഇറാൻ എന്റെ മകനെ വധിക്കാൻ ശ്രമിച്ചു പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രധാന വാർത്താ തലക്കെട്ടായി മാറിയിരിക്കുകയാണ് നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു വധശ്രമം എന്നത് നെതന്യാഹു വിശദീകരിക്കുന്നില്ല. അതേസമയം ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് എന്നതാണ് ചർച്ചകൾക്ക് കൂടുതൽ ചൂട് പകരുന്നത്. നെതന്യാഹുവിന്റേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വെറും ഗെയിം പ്ലാൻ ആണോ, അതോ ആരോപണത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേലിന്റെ ചാനൽ 14 നൽകിയ ഫോൺ അഭിമുഖത്തിലാണ് നെതന്യാഹു ഇറാൻ തന്റെ മക്കളിൽ ഒരാളെ വധിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിച്ചത്. എന്നാൽ 2 മക്കളിൽ ആരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അടക്കമുള്ള ഒരു കാര്യത്തിലും അദ്ദേഹം വ്യക്തത നൽകിയിട്ടില്ല. നെതന്യാഹുവിന് യായിർ, അവ്നർ എന്നീ 2 ആൺമക്കളാണുള്ളത്. ഇവരിൽ ആർക്ക് നേരെയായിരുന്നു എന്നതോ എപ്പോഴായിരുന്നു എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നെതന്യാഹുവിന്റെ മക്കളായ അവ്നർ ഇസ്രായേലിലും മൂത്ത മകൻ യായിർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അമേരിക്കയിലെ മയാമിയിലുമാണ് താമസിക്കുന്നത്. ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബത്തിന്റെ സുരക്ഷയോടെ വിദേശത്ത് കഴിയുന്ന നെതന്യാഹുവിന്റെ മൂത്ത മകൻ യായറിന്റെ ചെലവുകളെ ചൊല്ലി ഇസ്രായേലിൽ നേരത്തെയും വലിയ തോതിലുള്ള ചർച്ചകളും വിവാദങ്ങളും നടന്നിരുന്നു. മയാമിയിലെ ആഡംബര അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ ഒരു ഡ്രൈവറും ഷിൻബത്തിന്റെ എലൈറ്റ് യൂണിറ്റിൽ നിന്നുള്ള 2 അംഗരക്ഷകർക്കുമൊപ്പമാണ് യായർ താമസിക്കുന്നത്. ഇതിനായി മാസത്തിൽ ഏകദേശം $55,000 ഇസ്രായേൽ സർക്കാരിന് ചെലവാകുന്നുണ്ടെന്നാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള വിമർശനങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെയാണ് നെതന്യാഹു ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എന്നാൽ ഏത് മകനെയാണ് ലക്ഷ്യമിട്ടത് എന്നതിനെ കുറിച്ചോ മറ്റ് വിശദാംശങ്ങളോ നെതന്യാഹു നൽകിയിട്ടില്ല. നെതന്യാഹുവിന്റെ ആരോപണത്തോട് ഇതുവരെ ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നെതന്യാഹു ഈ ആരോപണം ഉന്നയിച്ച സമയം പ്രധാനമാണ്. ഇസ്രായേലിൽ ഒക്ടോബർ 27 പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഏകദേശം 2 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ മുന്നണി വലിയ തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ വരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് തെരഞ്ഞെടുപ്പിനെ അനുകൂലമാക്കാൻ നെതന്യാഹു തയ്യാറാക്കുന്ന തിരക്കഥയാണോ എന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം ഈ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേൽ സുരക്ഷാ വിഭാഗത്തിന് മാസങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നുവെന്നാണ് ഇസ്രായേലിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതുവരെ ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല. നെതന്യാഹുവിന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളിയും മുൻ ആർമി ചീഫുമായ ഗാഡി ഐസൻകോട്ടിന് ഇസ്രായേൽ ആഭ്യന്തര സുരക്ഷാ ഏജൻസി ഷിൻബത്ത് സുരക്ഷ നൽകാൻ തയ്യാറായില്ല എന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ വിഷയം ചർച്ചയായത്. ഗാഡി ഐസൻകോട്ടിന് മതിയായ സുരക്ഷ ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങൾ. എന്നാൽ തന്റെ കുടുംബത്തിന് ലഭിക്കുന്ന സുരക്ഷ വെറും ഒരു ആർഭാടമല്ല എന്നും ഇത്തരം ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അത്യാവശ്യമാണെന്നുമാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ തന്റെ കുടുംബത്തിന് നേരെയുള്ള ശത്രുക്കളുടെ വധശ്രമങ്ങൾ മുൻപേ വിജയിച്ചേനെ എന്നും നെതന്യാഹു പറഞ്ഞുവെക്കുന്നു.